ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ആളുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമാണോ, ദേഷ്യമാണോ, അല്ലെങ്കിൽ കുറ്റബോധമുള്ളൊരു വ്യക്തിയാണോ, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Ace of Earth, Star, Love, Two of Fire, Seven of Air, Seven of Earth, Eight of Earth, Fortune's Wheel, Tower, Moon, Hermit, Justice, King of Earth, Six of Fire. ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയിലല്ല. അതായത് കുറച്ചൊരു ഫിയറിങ് എനർജിയൊക്കെ നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങളോടുള്ള ഒരു സ്നേഹവും താല്പര്യമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്കുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോഴത്തെ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരുപാട് ഹോപ്പ് വയ്ക്കുന്നുണ്ട് അത് മാറും, ആ ഒരു സ്റ്റേജ് മാറി വീണ്ടും ഒരു സ്ട്രോങ് റീകൺസിലേഷനിലേക്ക് പോകും എന്നുള്ള ആ ഒരു ഹോപ്പ് അവർക്കുണ്ട്. അല്ലെങ്കിൽ അവർ ഒരു ഡ്രീം പോലും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ തീവ്രത, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളും കൂടി ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ തന്ന് ഇത് അത്രയും സന്തോഷത്തോടെ കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഈ പറഞ്ഞ ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നിട്ടിറങ്ങി നടത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ കാണുന്നില്ല. അതായത് അത്രയും ഒരു ബോൾഡ്നെസ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇല്ല എന്ന് പറയാം. നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ആ ഒരു ഭയം കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഒരുപാട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ അതൊരു ആക്ഷൻ എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് ചില കാര്യങ്ങൾ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയോ ഭയപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സംഗതി വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു സംഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ. ആ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ ഭയമുള്ള ആളും കൂടി ആയിരിക്കാം. അതായത് തേർഡ് പാർട്ടിയെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പേഴ്സൺ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മനസ്സിനകത്ത് ഇത്രയും ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അവർ നമ്മൾ പറഞ്ഞ പോലെ ഡ്രീം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും ആഗ്രഹത്തിനൊത്ത് അവർക്ക് ഉയരാൻ കഴിയാത്തത് അവരുടെ ഈ ഒരു പേടി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒറ്റൊരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റാരെയോ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഭയപ്പെട്ടിട്ട്
സ്വന്തം ഇഷ്ടം ഉള്ളിലൊതുക്കി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. അതുതന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ലാത്തത് കൊണ്ട് തന്നെ അവർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് കാണാം. സ്വയം ഒരു ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ചിലപ്പോൾ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിവൃത്തിയില്ലാതെ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിനെ ഇവർ ഭയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഇത്രയും ഒരു സ്ട്രോങ് ഫീലിങ്സ് എനർജീസ് ഒക്കെ ഉണ്ടായിട്ടും ഈ പേഴ്സൺ ഒന്ന് ഉൾവലിഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. ഇപ്പോൾ സെപ്പറേഷൻ ഫേസിൽ തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലൊക്കെ പോകുന്ന പാർട്ട്ണറാണ് നിങ്ങളുടേതെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് വന്ന് അവർ വളരെ കാര്യമായിട്ട് മെസ്സേജോ കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നുണ്ടാവാം. പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു അനക്കം ഉണ്ടാവണമെന്നില്ല. വീണ്ടും തിരിച്ചു വരും. ആ ഒരു പാറ്റേൺ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കണ്ടേക്കാം. അതായത് ഇവർ തന്നെ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ചില സമയത്ത് വരുമ്പോൾ വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു പോസ് ഉണ്ടാക്കി വീണ്ടും പോകുന്നൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവരുടെ ഉള്ളിൽ നല്ലതുപോലെ സ്നേഹവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനോടോ തേർഡ് പാർട്ടിയോടോ ഒക്കെ ഉള്ള ഭയം കാരണമാണ് അവർക്ക് അവിടെ സ്റ്റേബിളായിട്ട് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയാത്തത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മറ്റാരെയൊക്കെയോ ഭയപ്പെട്ട് എക്സ്പോസ് ചെയ്യാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അത് പറയാനുള്ള ഒരു ധൈര്യം ഇവർക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വന്ന് നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള ഒരു ഗഡ്സ് ഇല്ലായ്മ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓൺ ആൻഡ് ഓഫിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വരിക, മെസ്സേജ് ഇടുക, ചിലപ്പോൾ വളരെ ഹൈഡിങ് ആയിട്ടായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. രഹസ്യമായിട്ട് വന്നു പോകുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം ഈ ഒരു തരത്തിലാണ്. ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണം എന്നൊക്കെ പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോവുക. വീണ്ടും ഈ പറഞ്ഞതുപോലെ ബ്രേക്ക് എടുത്ത് പോവുക. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ തന്നെയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഓൺ ആൻഡ് ഓഫിലൊക്കെ കോൺടാക്റ്റിൽ വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ചിന്തിക്കുന്നത് കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും കൂടി കുളമായി പോയാലോ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും മനസ്സ് ചിലപ്പോൾ തുറന്ന് ഷെയർ ചെയ്യണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി അവർക്ക് ഭയമാണെന്നൊന്നും പറയാതെ അവർക്ക് വേറെ വല്ല തിരക്കുകളുണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണമെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥയായിരിക്കാം. അവരുടെ ഒരു മനസ്സ് പോലും എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളോട് റിവീൽ ചെയ്യണമെന്നുണ്ടാവില്ല. തീർത്തും നോ കോൺടാക്റ്റ് ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റില്ല. കാരണം ആ ഒരു പേഴ്സൺ കോൺടാക്റ്റ് ചെയ്യുന്നില്ല. മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആലോചിച്ച് കഴിയുമ്പോഴും ആ ഒരു പേഴ്സണ് തോന്നുന്നത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഈ ഒരു പേഴ്സണുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയാലോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്നേക്കുമായിട്ട് അവസാനിച്ചു പോകാന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേർന്നാലോ എന്നുള്ളൊരു ഫിയറും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. നമ്മൾ ഈ ഒരു ചെകുത്താനും കടലിനും ഇടയിൽ പെടുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇവർ ഇൻവോൾവ് ചെയ്യുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ അതായത് ആഗ്രഹം ഇവിടെയാണെന്നുണ്ടെങ്കിലും തുടർന്നുകൊണ്ട് പോകുന്നത് മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പിരിമുറുക്കം, ബുദ്ധിമുട്ടെല്ലാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന അവരുടെ മനസ്സിൽ ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ അവരെ എക്സ്പോസ് ചെയ്യാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ആ ഒരു മനസ്സിൻ്റെ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളോട് മാത്രമായിരിക്കണം എന്നില്ല, ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഒരു മനസ്സുകൊണ്ട് ഹാപ്പിയല്ല, ഒരു സോളിറ്റ്യൂഡ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആലോചിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരുപക്ഷെ നമ്മൾ ചില ഇതിനകത്ത് പറയുന്നത് പോലെ കൂടുതൽ ആലോചന വരുമ്പോഴും പ്രശ്നമാണ്. ചിന്തിച്ച് കാട് കയറുക എന്ന് പറയുന്നത് പോലെ, പ്രത്യേകിച്ച് കുറച്ചൊരു ഫിയറൊക്കെ ഉള്ള ഒരു വ്യക്തിയും കൂടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നത് ആ ഒരു പേടിയും കാര്യങ്ങളും ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം. ഈ ഒരു പേഴ്സൺ ഇവിടെ വളരെ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ
ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ തന്നെ അവർക്കൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള, അതായത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമുക്ക് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്കും മനസ്സിൽ വരുന്നൊരവസ്ഥ. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ആകെ ഒരു ഇല്യൂഷനകത്ത് പെട്ടതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒരു ആങ്സൈറ്റി, ഫിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയറി വരുന്ന ആ ഒരു സമയത്താണ്. ഈ ഒരു വ്യക്തി തന്നെ ഒന്ന് പതറി നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത് നമുക്ക് കാണാം. അവരുടെ ഒരു മൈൻഡ് സെറ്റിന് കൂടിയുള്ള ഒരു പ്രശ്നമാണത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹത്തിനൊത്ത് ഉയരാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു പേടി അനുവദിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം തന്നെയാണ്. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും മേജർ ആർക്കാനാസിൽ നമുക്ക് അവരുടെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ് രണ്ടും കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു ജസ്റ്റിസ് ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇവരൊന്ന് സ്റ്റേബിൾ ആവാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ വൈസ് ഒക്കെ ചിലപ്പോൾ ഒന്നും കൂടി സ്റ്റേബിൾ ആവാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടീനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തേർഡ് പാർട്ടിയും കൂടി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പറയുന്ന പോലെ ആദ്യം അവരൊന്ന് സ്റ്റേബിൾ ആവട്ടെ എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇവർക്ക് ആ ഒരു ഫിയറിങ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇപ്പോൾ കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് വന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഹൈഡിങ് പോലെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവർ ഒളിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം ആ ഒരു അവസ്ഥയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻസോട് കൂടി ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. വളരെ കോൺഫിഡൻസോട് കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈഡിങ് ഇല്ല. ഇപ്പോൾ തേർഡ് പാർട്ടി എല്ലാം ആരാണെന്നുണ്ടെങ്കിലും വളരെ ചങ്കൂറ്റത്തോടു കൂടി മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പറയില്ലേ, എന്ത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ താല്പര്യം ഇതാണ്, എൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് ഓപ്പണായിട്ട് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ആ ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അതിനുള്ളൊരു കേപ്പബിലിറ്റി ഇവർക്കില്ല. ഇവർ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ എന്നുള്ളൊരവസ്ഥയിലാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കാം. പലതും ഓപ്പണായിട്ട് പറയുന്നുണ്ടാവില്ല. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പകുതി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ കുറയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരവസ്ഥ, അനാവശ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളം പറയുക, ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ ഒരു പേടിയൊക്കെ നിങ്ങൾ അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവുകേടായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നിയേക്കാം. അത് അറിയാതിരിക്കാൻ തന്നെ വേറെ പല കാര്യങ്ങളും പറഞ്ഞേക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒന്നും കൂടി കൺഫ്യൂസ്ഡ് ആവും. എല്ലാ കാര്യങ്ങളും ഒരു പുകമറയ്ക്കകത്ത് നിൽക്കുന്ന പോലെ തോന്നിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഇവരുടെ ഒരു സ്വഭാവം കൊണ്ട് ചിലപ്പോൾ വിളിച്ചു വരുത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടും ആയിരിക്കും. അപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പറയുന്നതല്ലല്ലോ പിന്നെ പറയുന്നത്, ഇതെന്താണ് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് നാളത്തെ ഒരു അകൽച്ചയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് എന്താ പറയുക, ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളിലേക്ക് വരുന്നു. പക്ഷേ അതവർക്ക് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. തീർത്തും കുറച്ചധികം നാളുകളായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേടി ഉള്ളത് കൊണ്ടായിരിക്കാം അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നത്. കാരണം കൂടുതലായിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് തരാനായിട്ടുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഈ വാതിൽ തുറക്കാനുള്ള കീ ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് എടുത്ത് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെ ഇവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഇവരുടെ ഒരു സ്ട്രോങ് ഡിസിഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു സത്യം ഈ പേഴ്സൺ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ശനിദശയിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇടർശനി, കണ്ടകശനി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ആയിരിക്കും. അപ്പോൾ അതും കൂടി വരുമ്പോൾ അവരുടെ ആ ഒരു ആങ്സൈറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ഫിയറിങ് എലമെൻ്റൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി കൂടാനുള്ളൊരു സാധ്യത ഉണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ടോ, താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടൊരു ഇഷ്ടമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ആ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തുള്ള ഒരു പ്രയോറിറ്റി
അവർക്ക് ലൈഫിൽ നിങ്ങളോട് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ആ ഒരു പേടി, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരുടെ ആകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ്, ഓവർ തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പിടിച്ചൊന്ന് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞതുപോലെ ഒന്ന് സ്റ്റേബിൾ ആവണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ സ്റ്റേബിളായി കഴിഞ്ഞാൽ കുറച്ചും കൂടി തനിക്ക് കോൺഫിഡൻസ് കിട്ടും എന്നുള്ള ആ ഒരു അവരുടെ തന്നെയുള്ളൊരു സെൽഫ് തോട്ടും കൂടി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 9, 10, 11, 16, 18, 17 ആൻഡ് 6. ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് അക്വേറിയസ്, ലീബ്ര, ജെമിനൈ, ടോറസ്, വിർഗോ, സ്കോർപ്പിയോ, പൈസസ് ആൻഡ് ലിയോ. ഇനി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് വേർഡ്സ് എന്താണ് എന്നുള്ളത് കൂടി നോക്കാം. overwhelmed, hope, daydreaming, unworthy, absence, chemistry, unsatisfied. നമുക്കൊരു കാർഡും കൂടി എടുക്കാം. റെമിനിസിങ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഇതിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരിത് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഐ ഹാവൻറ്റ് ഗിവൺ അപ്പോൺ അസ് യെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പിനൊരു ഭാവി ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മാറ്റം സംഭവിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആ ഒരു വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ ദി സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ട്രെയിനിങ് മീ. അവരൊരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആ ഒരു പേഴ്സൺ ആകെ ഒരു മാനസികമായിട്ട് ഡിസ്റ്റർബൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒരുപാട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അപ്പോൾ അവരെക്കാളും ഒരുപാട് നല്ലൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയാം അവരുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവുകേട് കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവർക്ക് ആ ഒരു മിസ്സിങ് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇതും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു ആഗ്രഹം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തീവ്രത അവർക്ക് മറ്റാരോടും അവരുടെ ലൈഫിൽ തോന്നിയിട്ടില്ല. അത്രക്ക് പ്രിയപ്പെട്ടതാണ് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. അൺസാറ്റിസ്ഫൈഡ് ആണ് അടുത്തത്. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ഒട്ടും സന്തോഷത്തോടെയല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അവർ വളരെ ഹാപ്പി ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ ഇപ്പോൾ വിഷമം അനുഭവിക്കുന്നത്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ല, ഈ ഒരു പേഴ്സണും ഒരുപാട് ഒരു സന്തോഷമില്ലാതെ, സംതൃപ്തി ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ആൻഡ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. അപ്പോൾ തീർച്ചയായിട്ടും പഴയ കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ട്, ആ ഒരു മിസ്സിങ് നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ആ ഒരു ലോസ്റ്റ് ഫീലിംഗ് ഈ പേഴ്സണ് ശരിക്കും ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ അത് അവരനുഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ അതാണ് ആ ഒരു പേഴ്സൺ ഷെയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു നേരത്തെ എടുത്ത സ്പ്രെഡിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ മാനസികമായിട്ട് അത്രയും സന്തോഷത്തോടു കൂടിയല്ല ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നിങ്ങളെന്നുള്ള ഒരു തോട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി കാരണമാണ് ഈ ഒരു പേഴ്സണ് അവരുടെ ആഗ്രഹത്തിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു
തേർഡ് പാർട്ടി റിമൂവലായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് സ്ട്രോങ് ബോണ്ടിങ് വേണം എന്നുള്ളത് ആഗ്രഹം അവർക്കുണ്ട്. പക്ഷെ അവർ ഒരു സ്റ്റെപ്പ് ബാക്ക് മാറി നിൽക്കുന്നത് തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.